തൃശൂർ മാളയിൽ യുവാവിനെയും യുവതിയെയും ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുകയാണ്. ആത്മഹത്യകൾ പൊതുവെ ഒരു നാടിനെ തന്നെ നടുക്കുന്ന സംഭവം ആദ്യമായിട്ടല്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തയനുസരിച്ച് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതൊരു ഞെട്ടൽ തന്നെയാണ്. പ്രേക്ഷകർക്ക് മാത്രമല്ല, അവിടെയുള്ള പ്രദേശവാസികൾ പോലും ഈ വാർത്ത കേട്ട് ഞെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കി എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാനും സാധിക്കും. ഒരേപോലെയാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് എല്ലാവരും പ്രതികരിച്ച് എത്തുന്നത്. എന്താണ് സംഭവമെന്നറിയാൻ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുകയായിരുന്നു. പുത്തൻചിറ സ്വദേശിയായ ശ്രീജിത്തിനെയും വെണ്ണൂർ സ്വദേശിനിയായ മിൽനെയുമാണ് ഒരേ കയറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീജിത്തിന് 30 വയസ്സും വെണ്ണൂർ സ്വദേശിനിക്ക് 24 വയസ്സുമായിരുന്നു. ശ്രീജിത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 തവണ വിവാഹിതനായ ശ്രീജിത്ത് മിൽനെയുമായി ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശ്രീജിത്തിന്റെ കുടുംബജീവിതത്തിലും സമീപകാലത്ത് വലിയ പ്രതിസന്ധികൾ ഉയർന്നതായി തന്നെ പല വാർത്തകളും പറയുന്നുണ്ട്. ഇതായിരിക്കാം കാരണമെന്ന് കരുതപ്പെടുന്നു. കൂടുതൽ അന്വേഷണവും ഇവരുടെ ചുറ്റിപ്പറ്റിയുള്ളവരുടെ മൊഴിയും ഫോണുകളുടെയും ഒക്കെ തന്നെയും രേഖ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കൃത്യമായ കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂ എന്നതാണ് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത്തരത്തിലുള്ള വാർത്ത ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥ വശം എന്ന് മനസ്സിലാകാതെ ഒന്നും സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശ്രീജിത്തിന്റെ നിലവിലെ ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നുകൂടി ഇപ്പോൾ പറയുകയും വാർത്തയിൽ പ്രധാനമായി തന്നെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ശ്രീജിത്തിന്റെ മരണം സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ എന്തുകൊണ്ടായിരിക്കും കൂടെയുള്ള യുവതിയുടെ ഈ മരണമെന്നും എന്തിനായിരിക്കാം മിൽന ആത്മഹത്യ ചെയ്തതെന്നുമാണ് ചോദ്യമാണ് പിന്നീട് നിലനിൽക്കുന്നത്. എന്തുതന്നെയായാലും ഇത് കണ്ടുനിന്ന എല്ലാവരുടെയും വേദന ഒരുപോലെ തന്നെയായിരുന്നു. മറുഭാഗത്ത് മിൽനയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിരുന്നതാണ് റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ മിന്നയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു. യുവതിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ മാള പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വാടക വീട്ടിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവർക്കുമെതിരെ ഇത്തരത്തിൽ കേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇരുവരും ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യം ഇതുവരെ കൃത്യമായി അറിയില്ല. പക്ഷെ അത് പ്രതീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. സംഭവസ്ഥലത്തെത്തിയ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പ്രണയബന്ധത്തെ തുടർന്നുള്ള ആത്മഹത്യയാണോ അതോ മറ്റു കാരണങ്ങളുണ്ടോ എന്നത് കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ആത്മഹത്യയാണെന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യം. എന്താണ് കാരണം എന്നതുൾപ്പെടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാൽ മിൽനയുടെ വീട്ടുകാരാണിപ്പോൾ ഏറെ വിഷമിച്ചിരിക്കുന്നത്. അവർ വളരെ ആഘോഷപ്രദമായി അല്ലെങ്കിൽ സന്തോഷപൂർവ്വമായി നടത്തേണ്ടിയിരുന്ന വിവാഹമാണ് ഇപ്പോൾ മുടങ്ങിയത്.